നിങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തിയാണോ? നിങ്ങൾ സമ്പാദിക്കുന്ന ധനം നിലനിർത്താനും വളർത്താനും നിങ്ങൾക്ക് കഴിയുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മനുഷ്യരാശി അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ദാരിദ്ര്യം എന്നത്. സമ്പത്തിൻ്റെ മനഃശാസ്ത്രം തിരിച്ചറിയുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നാം എന്താണ് ചെയ്യേണ്ടത്? ഇതിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പണം കേവലം ഒരു കടലാസ് തുണ്ട് മാത്രമല്ല, അതൊരു വലിയ ഊർജത്തിൻ്റെ രൂപമാണ്. ഒരുപാട് ധനം കയ്യിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടാറില്ലേ? അതില്ലാത്തപ്പോൾ നേരെ മറിച്ചും സംഭവിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ സമ്പത്തിൻ്റെ 99% കൈയടക്കി വെച്ചിരിക്കുന്നത് കേവലം 1% ആളുകളാണ്. മനോഹരമായ വീടുകൾ, വിലപിടിപ്പുള്ള വാഹനങ്ങൾ, ആഭരണങ്ങൾ എല്ലാം ഈ 1% അനുഭവിക്കുന്നു. ബാക്കി 99% പേരും ദാരിദ്ര്യത്തിൽ തന്നെ നിലകൊള്ളുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? സമ്പന്നൻ്റെയും ദരിദ്രൻ്റെയും പണത്തോടുള്ള മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് ആണ് ഇതിൻ്റെ കാരണം. ധനികൻ എപ്പോഴും പണത്തെക്കുറിച്ച് പോസിറ്റീവ് ആയി ചിന്തിക്കുമ്പോൾ പാവപ്പെട്ടവർ എന്നും പണത്തെ പറ്റിയുള്ള നിഷേധാത്മകമായ ചിന്തയിലും വാക്കിലും തുടരുന്നു. നമ്മൾ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തുടരാൻ കാരണം നമ്മുടെ ചിന്താഗതിയാണ്. ചെറുപ്പം മുതൽക്കേ രക്ഷിതാക്കളും ഗുരുക്കന്മാരും സമൂഹവും പഠിപ്പിച്ച കാര്യങ്ങൾ മായാത്ത മുദ്രകളായി നമ്മുടെ മനസ്സിൽ സജീവമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പണത്തെപ്പറ്റി നിങ്ങൾ മനസ്സിൽ ഉരുവിടുന്ന മന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യം എൻ്റെ കൂടപ്പിറപ്പാണ്, പണം മരത്തിൽ കായ്ക്കില്ല, മിന്നുന്നതൊന്നും പൊന്നല്ല, ഈ സർക്കാരാണ് എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാരണം, ഇത് വലിയ ദാരിദ്ര്യം നിറഞ്ഞ ലോകമാണ്. ഈ തരത്തിലുള്ള നിഷേധാത്മകമായ ചിന്തകളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഓരോ ദരിദ്രൻ്റെയും മനസ്സിൽ ഉയർന്നു പോകുന്നത്. പണത്തോടുള്ള ഈ ഒരു സമീപനവും ചിന്തകളും മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് സമ്പന്നതയുടെ പടവുകൾ കയറാൻ പറ്റൂ. നമുക്ക് ബോധം, ഉപബോധം എന്നിങ്ങനെ 2 തരം മനസ്സ് ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മൾ ബോധമനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ യാതൊരു വിശകലനവും കൂടാതെ ഉപബോധത്തിലെത്തുന്നു. നമ്മൾ വൈകാരികമായും അല്ലാതെയും ചിന്തിക്കുന്ന ഓരോ കാര്യവും ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും തത്തുല്യമായ ഫലങ്ങളെ അത് ആകർഷിക്കുകയും അത് സാഹചര്യങ്ങളായും വസ്തുക്കളായും നമ്മുടെ കൈകളിലെത്തുകയും ചെയ്യുന്നു. സമ്പത്ത് ആകർഷിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. തൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിഷേധപരമായ ചിന്തകളെ ശാന്തമായി നിരീക്ഷിക്കുകയും പതിയെ പതിയെ അത് മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക. തൻ്റെ ചുറ്റുപാട് എന്നും ശാന്തവും ക്രിയാത്മകവും ആയി നിലനിർത്തുക. തൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വ്യക്തി ബന്ധങ്ങൾ സൃഷ്ടിക്കുക. നല്ല അറിവുകൾ തരുന്ന പുസ്തകങ്ങൾ, വീഡിയോകൾ എന്നിവ ഉപയോഗപ്പെടുത്തുകയും പുതിയ സ്കിൽ വളർത്തിയെടുക്കുകയും ചെയ്യുക. വളരെ ഡിസിപ്ലിൻ ആയ ഒരു ജീവിതശൈലി ഫോളോ ചെയ്യുക. തൻ്റെ ശരീരം, മനസ്സ് എന്നും ആരോഗ്യപ്രദമായി നിലനിർത്താൻ വേണ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുക. തൻ്റെ പുരോഗതിയിൽ തടസ്സം നിൽക്കുന്ന, തന്നെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാറി നിൽക്കുക. കൃത്യമായ ലക്ഷ്യം കുറിച്ച് മുന്നോട്ട് യാത്ര തുടരുക. വിജയം നിങ്ങൾക്കുള്ളതാണ്. എല്ലാത്തരം ഐശ്വര്യവും സമൃദ്ധിയും നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാണ്. സമ്പത്തിൻ്റെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുന്ന ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ഈ തരത്തിൽ വിജ്ഞാനപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം. നിങ്ങളുടെ വിലയേറിയ
കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ.